ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റി പായസം എന്താണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ബ്ലൂബെറി വെച്ചിട്ടാണ് ഒരു പായസം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒരു തണുപ്പിച്ച് കഴിക്കേണ്ട ഒരു പായസമാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതേ ഇവിടെ ഒരു 500 ഗ്രാം ബ്ലൂബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതേപോലെ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് മധുരത്തിന് ആവശ്യം. പിന്നെ അതുപോലെ പാല് ഒരു 1.5 ലിറ്ററോളം ഉണ്ട് ഈ പാല്. അതേപോലെ കുറച്ച് സാബുനരി വേവിച്ച് വെച്ചതും ഉണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നെയ്യും. ആദ്യം നമുക്ക് ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിത് ഒരു അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഞാനിതാ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഈ ബ്ലൂബെറി ചേർത്ത് കൊടുക്കാം. ഈ ബ്ലൂബെറിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടതെന്ന്. ഇതാ അതിനുവേണ്ടി ഞാനൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലോട്ട് നമ്മൾ എടുത്തു വെച്ച പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വറ്റി നമ്മൾ എടുത്ത പാലിൻ്റെ പകുതിയായി വരണം, കുറുകി വരണേ. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്ലൂബെറിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് നല്ലപോലെ ബ്ലൂബെറി ഒന്ന് വെന്ത് വരട്ടെ. ബ്ലൂബെറി നല്ലപോലെ വറ്റി വരുന്നുണ്ട്. ഞാനിനി അതിലോട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. ബ്ലൂബെറി നല്ലപോലെ തിളച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് തണുക്കാൻ വെക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് പാല് ഇവിടുന്ന് നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് കുറുകി വറ്റി വരണം, പകുതിയാവണേ പാല്. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പായസമാണ്. നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാല് ഏകദേശം തിളച്ച് വറ്റി പകുതിയോളമായിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. മധുരത്തിന് പായസത്തിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുവാണ്. ഞാനിതൊരു 4 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നേരത്തെ 2 സ്പൂൺ നമ്മൾ ബ്ലൂബെറിയിലോട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മധുരം ഒരുപാടായിപ്പോകണ്ട. ഈ പഞ്ചസാരയും കൂടെ നല്ലപോലെ തിളച്ച് പാലിലോട്ട് പിടിക്കട്ടെ. ഇവിടെ തണുക്കാൻ മാറ്റി വെച്ച ബ്ലൂബെറി നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം. ബ്ലൂബെറി നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാൻ ഈ പാലിലോട്ട് കുറച്ച് സാബുനരി വേവിച്ചത് ചേർക്കുന്നുണ്ട്. കുറച്ചേ ചേർക്കുന്നുള്ളൂ. എനിക്ക് വെറും ബ്ലൂബെറി മാത്രം ഒരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ സാബുനരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ച് വെച്ചതാണ്. ഇനി അതുകൂടി ഒന്ന് കുറുകി വരട്ടെ. സാബുനരി കൂടി ഇതിലോട്ട് നല്ലപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട്. ഞാനപ്പോൾ ഇതിലോട്ടൊരു 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. പാലിത തിളച്ച് കുറുകി വറ്റി വന്ന് ഇതിപ്പോൾ ഒരു 1/4 ഭാഗമേ ഉള്ളൂ. നമ്മൾ നിറച്ചും 3/4 ഭാഗത്തോളം വെച്ചതല്ലേ, വറ്റി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തേ. ഇനി ഇത് തണുക്കാൻ മാറ്റി വെക്കട്ടെ. അതേപോലെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച ബ്ലൂബെറിയും ഉണ്ട്. അപ്പോൾ ഇത് പാല് തണുത്തതിന് ശേഷം നമുക്ക് ബ്ലൂബെറി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ തണുക്കാനായി മാറ്റി വെച്ച പാല് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബ്ലൂബെറിയും തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളെ ബ്ലൂബെറി പായസം റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ ബ്ലൂബെറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച നേരത്തെ അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലുള്ള ബ്ലൂബെറി എല്ലാം നമ്മുടെ ഈ പാലിൻ്റെ മിക്സിലോട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തേ. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്ലൂബെറി പായസം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.
ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, കാരണം ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരും. തണുക്കുമ്പോഴൊന്ന് നല്ലപോലെ ഒന്ന് കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയൊരു പായസമായിട്ട് കാണാം. താങ്ക് യു.